നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനൽ നടക്കാൻ പോവുകയാണ്. ലോക ക്രിക്കറ്റിലെ വമ്പൻ ശക്തികളായ രണ്ട് ടീമുകൾ നേർക്ക് നേരെത്തുമ്പോൾ ആരാകും വിജയിക്കുക എന്നതാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. രണ്ട് ടീമുകളും മികച്ച താരനിരയുള്ള ടീമുകളാണ്. താരങ്ങളെല്ലാം മികച്ച ഫോമിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ആര് ജയിക്കും എന്ന ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരടക്കം പറയുന്നത്. ശക്തമായ ഫോമിലുള്ള ഓസ്ട്രേലിയ മെരുക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് കുറച്ച് പ്രയാസകരമായ കാര്യം തന്നെയാണ്. അതേസമയം മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഹാട്രിക് ജയത്തോടെ എത്തുന്ന ഇന്ത്യയെ പൂട്ടാനുള്ള കരുത്ത് ഓസ്ട്രേലിയക്ക് ഉണ്ടാകുമോ എന്നും ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കേണ്ടതുണ്ട്. എന്തായാലും രണ്ട് ടീമുകളും പരസ്പരം പോരിനിറങ്ങുമ്പോൾ ആവേശം അതിന് കടക്കുമെന്ന ഉറപ്പാണ്. രോഹിത്തും സംഘവും കരുതി തന്നെയായിരിക്കും ഇത്തവണ ഇറങ്ങുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് കിരീടം നേടേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് സെമിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിക്കേണ്ടത് അഭിമാന പ്രശ്നം തന്നെയാണ്. ഇതിന് പിന്നിൽ ചില കാരണങ്ങളുമുണ്ട് എന്ന് പറയാൻ. ഇന്ത്യക്ക് ഓസ്ട്രേലിയ കീഴടക്കേണ്ടത് അഭിമാന പ്രശ്നം തന്നെയാണ്. അത് പറയാനുള്ള പ്രധാന കാരണം മൂന്നെണ്ണമാണുള്ളത്. ഇന്ത്യ കിരീടം ഉറപ്പിച്ച ടൂർണമെന്റ് ആയിരുന്നു കഴിഞ്ഞ ഏകദിന ലോകകപ്പ്. ഇന്ത്യ ആതിഥേയരായ ടൂർണമെന്റിൽ ഫൈനലിലേക്ക് എത്താനും ടീമിന് സാധിച്ചു. എന്നാൽ കലാശപ്പോരിൽ ഓസ്ട്രേലിയ ഇന്ത്യയുടെ എല്ലാ പ്രതീക്ഷകളും തച്ചുടയ്ക്കുകയായിരുന്നു. ട്രാവിസ് ഹെഡ് സെഞ്ചുറിയോടെ ഇന്ത്യയുടെ അന്തകരായി മാറി. ഇന്ത്യയുടെ പ്രധാന താരങ്ങളെല്ലാം അന്ന് നിരാശപ്പെടുത്തിയപ്പോൾ സ്വന്തം നാട്ടിൽ ലോകകപ്പ് നഷ്ടമാകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു ഇന്ത്യക്ക്. ഇന്ത്യയുടെ ഏകദിന ലോകകപ്പിലെ തോൽവിക്ക് പ്രതികാരം ചെയ്യേണ്ട സമയമാണിതെന്ന് കൃത്യമായി പറയാം. ഓസ്ട്രേലിയയുടെ മറ്റൊരു ICC ട്രോഫി എന്ന സ്വപ്നം തകർത്ത് കപ്പിലേക്ക് എത്താൻ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും സാധിച്ചാൽ ഓസീസിനോടുള്ള ഏറ്റവും ശക്തമായ ഒരു പകരം വീട്ടലായി മാറും ആ ഒരു മത്സരം. അതുപോലെ തന്നെ രോഹിത് ശർമ്മയ്ക്കും ആശ്വാസത്തോടെ തന്റെ പടിയിറങ്ങാനുള്ള അവസരങ്ങളിലേക്കും ഇത് നീങ്ങുകയും ചെയ്യും. ലോകകപ്പ് ഫൈനലിലെ തോൽവിയുടെ മുറിവുണങ്ങുന്ന തരത്തിൽ ഓസീസിനെതിരെ ആധിപത്യ ജയം നേടിയെടുക്കാൻ തന്നെയായിരിക്കും ഇന്ത്യ ആഗ്രഹിക്കുക എന്നത് ഉറപ്പായ കാര്യമാണ്. അവസാനമായി ഇന്ത്യയും ഓസ്ട്രേലിയയും ബോർഡർ ഗവസ്കർ ട്രോഫിയിലാണ് ഏറ്റുമുട്ടിയത്. ഓസ്ട്രേലിയ വേദിയായ ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ഇന്ത്യ തോക്കുകയായിരുന്നു. മാത്രമല്ല, ഇന്ത്യൻ താരങ്ങളെ അഭിമാനിക്കുന്ന തരത്തിലാണ് ഓസീസിന്റെ പല താരങ്ങളും പ്രതികരിച്ചത്. കാണികളിൽ നിന്ന് പോലും അതുണ്ടായിരുന്നു. പലപ്പോഴും താരങ്ങൾ തമ്മിൽ സ്ലെഡ്ജിംഗ് ഉണ്ടായി. ഓസ്ട്രേലിയ ഇത്തവണ തോൽപ്പിച്ച് പകരം വീട്ടാൻ ഇന്ത്യക്ക് മുന്നിലുള്ളത് സുവർണാവസരം തന്നെയാണ്. ഓസ്ട്രേലിയയുടെ ബോളിംഗ് നിരയിൽ പല സൂപ്പർ താരങ്ങളും ഇല്ല എന്നത് മറ്റൊരു കാര്യമാണ്. പാറ്റ് കമ്മിൻസ്, ജോഷ് ഹേസിൽവുഡ്, മിച്ചൽ സ്റ്റാർക്ക് എന്നിവരുടെ അഭാവം ഓസീസ് പേസ് നിരയിൽ ഉണ്ട്. ഇന്ത്യക്ക് ഇത് മുതലാക്കാൻ സാധിക്കേണ്ടതായുണ്ട്. സമീപകാലത്ത് ഇന്ത്യയെ അപമാനിച്ചതിനൊക്കെ കണക്ക് വീട്ടി പ്രതികാരം അല്ലെങ്കിൽ പകരം വീട്ടാൻ തന്നെയായിരിക്കും ഇന്ത്യക്ക് മുന്നിൽ ഇപ്പോൾ അവസരം ലഭിച്ചിരിക്കുന്നത്. ഇത് മുതലാക്കി ഇന്ത്യ ഓസ്ട്രേലിയയുടെ പ്രതികാരം തീർക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. T20 ലോകകപ്പ് കിരീടം അലമാരയിൽ എത്തിച്ച ശേഷം ഇന്ത്യ കളിച്ച പല പ്രധാന പരമ്പരകളിലും കിരീടം നഷ്ടമാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി അലമാരയിൽ എത്തിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരിശീലകൻ ഗൗതം ഗംഭീറിനെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ട്രോഫി നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ചാമ്പ്യൻസ് ട്രോഫി നേടാനാകാത്ത പക്ഷം ഗംഭീറിനെ ഇന്ത്യ പരിശീലക സ്ഥാനത്ത് നിന്നും തെറിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളിക്കുന്ന അവസാന ICC ട്രോഫി ആയിരിക്കും ഇതെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കിരീടത്തോടെ ഇവർക്ക് ICC ടൂർണമെന്റുകളോട് വിട പറയാൻ സാധിക്കുമോ എന്നും എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. അതിനായി ടീം എന്ന നിലയിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി പൊരുതി വിജയം നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.